കെഎസ്ആർടിസി പ്രതിസന്ധിയിൽ ഗതാഗത മന്ത്രിയുടെ വാദം പൊളിയുന്നു. കെഎസ്ആർടിസിയിലെ പ്രതിസന്ധി രൂക്ഷമാകുന്നു. അറ്റകുറ്റപ്പണിക്കായി നിരവധി പ്രിയദർശിനി ബസ് ഉൾപ്പെടെയാണ് കട്ടപ്പുറത്തുള്ളത്. അങ്ങനെയുള്ള സാഹചര്യം ഇല്ല എന്നതായിരുന്നു ഗതാഗത മന്ത്രിയുടെ വാദം. എന്നാൽ അറ്റകുറ്റപ്പണി കാത്തുകിടക്കുന്ന ബസ്സുകളുടെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടു. സർവീസ് റദ്ദാക്കുന്നതിന്റെ കണക്കിൽ തിരിമറി നടത്താനും കെഎസ്ആർടിസി മാനേജ്മെന്റിന്റെ ശ്രമം. പ്രതിസന്ധിയിലേക്ക് പോവാണ്. എന്താണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 6416 സർവീസുകൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അറിഞ്ഞില്ല. അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇതിൽ മിക്കവർക്കും കാറുണ്ടല്ലോ അല്ലേ, അല്ലെങ്കിൽ സ്കൂട്ടർ ഉണ്ടാവും. അത് 360 ദിവസം ഓടില്ലല്ലോ. പറയട്ടെ. അപ്പോൾ ഒരു ബസ്, ആ ബസ്സിന് നിശ്ചിത ദിവസം റിപ്പയറുകൾ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ 360 ദിവസം ഒരു വണ്ടി ഓടില്ല. നമ്മുടെ വണ്ടി ഓടില്ല, KSRTCയുടെ വണ്ടി ഓടില്ല. അതിന് റിപ്പയർ ചെയ്യാതെ ഓടിയാലോ കൂടുതൽ അപകടം ഉണ്ടാവില്ലേ? അപ്പോൾ മെയിൻ്റനൻസിന് വേണ്ടി ഒരു നിശ്ചിത നമ്പർ വണ്ടികൾ എപ്പോഴും റിപ്പയറിലായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ സിമ്പിളായ കാര്യമാണ്. നമുക്ക് 3100 വണ്ടിയാണ് ഉള്ളത്. അതിൽ ഒരു മാസം കഴിയുമ്പോൾ അവർക്ക് റിപ്പയർ വേണ്ടി വരില്ലേ? അതിലപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ട് അറിയുന്നുണ്ട്. അതുകൊണ്ടല്ലേ പറഞ്ഞു. ഏത് നിങ്ങൾ ചോദിച്ചത് പ്രതിസന്ധിയിലായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിയില്ല. സർവീസുകൾ റദ്ദാക്കിയല്ല, വണ്ടികൾ റിപ്പയർ ചെയ്യുമ്പോൾ പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇനി കട്ടപ്പുറത്തുള്ള ബസ്സുകളുടെ ദൃശ്യങ്ങൾ കാണാം. പ്രിയദർശിനി ബസ്സുകൾ ഉൾപ്പെടെയാണ് അറ്റകുറ്റപ്പണി കാത്തുകിടക്കുന്നത്. സ്പെയർ പാർട്സും ടയറും ലഭിക്കാത്തത് കാരണമാണ് ബസ്സുകളുടെ അറ്റകുറ്റപ്പണി നടക്കാതെയിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ഇവയൊന്നും വാങ്ങാൻ KSRTCക്ക് സാധിക്കാത്തത്. അതിനിടെ ബസ്സുകളുടെ സർവീസ് റദ്ദാക്കുന്നതിന്റെ കണക്കിൽ തിരിമറി നടത്താനാണ് മാനേജ്മെന്റിന്റെ ശ്രമം. റദ്ദാക്കുന്ന സർവീസുകളുടെ എണ്ണം കുറച്ചു കാണിക്കാനാണ് നീക്കം. സാധാരണ അറ്റകുറ്റപ്പണിക്കായി എത്തിക്കുന്ന ബസ്സുകളുടെ എണ്ണം ഡോക്കിലാണ് രേഖപ്പെടുത്താറ്. എന്നാൽ പകരം സ്പെയർ ബസ്സുകളുടെ എണ്ണത്തിലാണ് ഇവയെ KSRTC മാനേജ്മെന്റ് നിലവിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് സംബന്ധിച്ച് മാനേജ്മെന്റ് ഡിപ്പോ എഞ്ചിനീയർമാർക്ക് രഹസ്യ നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. കട്ടപ്പുറത്തായതിനെ തുടർന്ന് റദ്ദാക്കുന്ന സർവീസുകളുടെ യഥാർത്ഥ കണക്ക് പുറത്തുവരാതിരിക്കാനാണ് ഈ ശ്രമം. നിലവിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം ജൂലൈ 21 മുതൽ 28 വരെ 6416 സർവീസുകളാണ് അറ്റകുറ്റപ്പണി നടക്കാത്തതിനെ തുടർന്ന് റദ്ദാക്കിയത്. പക്ഷേ ഇനി പുറത്തുവരിക തിരിമറി നടത്തിയ കണക്കുകളായിരിക്കും. പ്രിയദർശിനി സർവീസ് കാരണം പ്രതിദിനം KSRTCക്ക് ഉണ്ടാകുന്നത് 3 കോടിയോളം രൂപയുടെ നഷ്ടമാണ്. ആ നഷ്ടം നികത്തുന്നതിന് സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാകും KSRTC എത്തുക. എസ് ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.